കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരന് മർദ്ദനമേറ്റു. മയിൽ സ്വദേശി പവനനാണ് മർദ്ദനമേറ്റത്. സന്ദർശക പാസ് എടുക്കാതെ അകത്ത് കിടക്കാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞതിനാണ് മർദ്ദിച്ചതെന്ന് പവനൻ പറഞ്ഞു. പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. സംഭവം എന്ന് വെച്ചാൽ ഞാനിവിടെ ഇന്നലെ ഇവിടെയായിരുന്നു ഡ്യൂട്ടി കാഷ്വാലിറ്റിയിൽ. അപ്പോൾ ഈ ആൾക്കാർ വരുന്നവരോട് നമ്മൾ പാസ് ചോദിക്കും. പാസ്സില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞ പാസ്സിലേ പോകാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് തിരിഞ്ഞിട്ട് ചോദിച്ചു, നീ എന്നോട് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നോട് പാസ് ചോദിക്കാന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ്. ഞാൻ പറഞ്ഞു, മോനെ അത് പറ്റില്ല, പാസ്സില്ലാതെ പോകാൻ പറ്റുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു കുട്ടീനെ കാണിക്കാൻ പറഞ്ഞു. കുട്ടീനെ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു പൊക്കമെന്ന് പറഞ്ഞു. പക്ഷേ പോയതെന്ന് വെച്ചാൽ ആ ലിഫ്റ്റിൻ്റെ അടുത്തേക്കാണ്, വാർഡിലേക്ക്. ഞാൻ പറഞ്ഞു പാസ്സില്ലാതെ പാസ് എടുക്കണം പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അത് പിന്നെ ഭയങ്കര തെറി പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ അത് പറയരുത് മോശമാണ്. അവൻ പെട്ടെന്ന് തള്ളിക്കണം. തള്ളുമ്പോൾ ഞാൻ ബാക്കോട്ട് വീണപ്പോൾ കൈയടിച്ചു. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ വെച്ചാണ് ഈ കയ്യേറ്റം ഉണ്ടായിരിക്കുന്ന ദൃശ്യങ്ങളടക്കം കാണാം. ഇയാൾ ആരാണെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. പോലീസ് എന്താണ് ഇപ്പോൾ പറയുന്നത്? സ്മൃതി, അതായത് ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയായിരുന്നു കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യുന്ന പവനന് നേരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. പവനൻ ഈ സെക്യൂരിറ്റി ജോലി ചെയ്യുകയായിരുന്നു. അതിനിടെ ഈ കാഷ്വാലിറ്റിയിലേക്ക് എത്തുന്ന രോഗികളല്ലാത്ത മറ്റാരെങ്കിലും അകത്തേക്ക് കടക്കണമെങ്കിൽ കൃത്യമായ രീതിയിലുള്ള സുരക്ഷ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പാസ് അവരുടെ കൈവശം ഉണ്ടാകണം. മറ്റേതെങ്കിലും വിഭാഗത്തിൽ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തനമോ ജീവനക്കാരോ ഒക്കെ ആണ് എങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചാൽ മാത്രമാണ് ഈ അത്യാഹിത വിഭാഗത്തിനകത്തേക്ക് പ്രവേശനം അനുവദിക്കാറുള്ളൂ. അങ്ങനെ ഈ പവനൻ ഇവിടത്തേക്ക് എത്തിയിട്ടുള്ള ആളോട് ഇത്തരത്തിൽ ഈ സുരക്ഷാ കാരണത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ പാസ് ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നു. പിന്നീട് ഈ അദ്ദേഹം ഒരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊരു പ്രകോപനം പോലും ഇല്ലാതെ ഈ പവനന് നേരെ, സെക്യൂരിറ്റി ജീവനക്കാരന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പോലീസിൻ്റെ ഭാഗമായും അതുപോലെ തന്നെ പവനുമൊക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. CCTV ദൃശ്യങ്ങളിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായി കാണുകയും ചെയ്യാം. ആദ്യം ഇയാൾ പവനോട് തർക്കിച്ച് ഇതിൻ്റെ അകത്തേക്ക് കടക്കുന്നു. പവൻ അവിടെ നിന്ന് ഇയാളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ അതിന് കൂട്ടാക്കാതെ ഈ പവന് നേരെ, സെക്യൂരിറ്റി ജീവനക്കാരന് നേരെ ഒരു കയ്യേറ്റം ഉൾപ്പെടെ നടത്തുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും വന്ദനാദാസിൻ്റെ മരണവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ഈ ആശുപത്രിയിലെ ജീവനക്കാരുടെയൊക്കെ ജീവന് പല ഘട്ടങ്ങളിലും ഭീഷണിയായി മാറുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രി സുരക്ഷാ ഓർഡിനൻസ് ഉൾപ്പെടെ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അത് നടപ്പിലാക്കിയ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും ഈ ജീവനക്കാർക്ക് ഒരു സംരക്ഷണം പൂർണ്ണമായ രീതിയിൽ ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുന്നില്ല. ആ ഘട്ടങ്ങളിൽ എല്ലാ ആശുപത്രികളിലും പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരു സാന്നിധ്യം 24 മണിക്കൂറും ഉണ്ടാവുന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അത് പലയിടങ്ങളിലും ആ അർത്ഥത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഈ സംഭവമുള്ളത്. പകൽ സമയത്ത് ഉൾപ്പെടെ ഇവിടെ പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്ത് പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്തായാലും പവനൻ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഇയാളെ കൃത്യമായ രീതിയിൽ തിരിച്ചറിയുന്നതും അതിൻ്റെ തുടർ നടപടികളെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായി ഇന്നയാളാണ് എന്നുള്ള രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇയാളുടെ ഒരു ബന്ധു ഇവിടെ ആശുപത്രി ഉണ്ടായിരുന്നു എന്ന് കാരണം പറഞ്ഞാണ് പിന്നീട് അകത്തേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ അതും കൃത്യമായ രീതിയിൽ ഒരു കൺഫേം ചെയ്യുന്ന ഒരു വിവരമല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. എന്തായാലും ഈ സെക്യൂരിറ്റി ജീവനക്കാരന് നേരെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണം ഒട്ടും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള സ്റ്റാഫ് കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ആശുപത്രി ജീവനക്കാരുടെ അല്ലെങ്കിൽ ആരോഗ്യ ജീവനക്കാരുടെ ജീവൻ സംരക്ഷണം ഒരുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ ആശുപത്രി ജീവനക്കാരുടെ സ്റ്റാഫ് കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധവും ആശുപത്രിയിൽ അല്പസമയം മുമ്പ് നടക്കുകയും ചെയ്തിരുന്നു. സ്മൃതി. ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ.